നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പ്രഭാത വാർത്തകൾ വായിക്കുന്നത് അനു മനു. കേരളം ഉറ്റുനോക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. ആദ്യഫലം രാവിലെ 8:30 പൂർണ്ണഫലം ഉച്ചയോടും കൂടി ലഭ്യമാകും. സംസ്ഥാനത്ത് ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. 8 ദിവസം നീണ്ടുനിൽക്കുന്ന ചലച്ചിത്രമേള ഡിസംബർ 19 സമാപിക്കും. നടിയെ ആക്രമിച്ച കേസിലെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് വിധിച്ച് കോടതി. വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ എന്നിവർ 13 വർഷവും 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ് എന്നിവർക്ക് 16 വർഷവും 6 മാസവും 5-ഉം 6-ഉം പ്രതികളായ സലീം, പ്രദീപ് എന്നിവർക്ക് 18 വർഷമാണ് ഇനി ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീനയെയും പോളിംഗ് ഏജന്റ് നരേന്ദ്രബാബുവിനെയും മുഖംമൂടി സംഘം ആക്രമിച്ച സംഭവത്തിൽ CPM-നെതിരെ ആരോപണമുന്നയിച്ച് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂല തരംഗമുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എല്ലാവരും ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണെന്നും ഇത്തവണയും മികച്ച വിജയമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന പുരസ്കാരം നേടിയ യുവനടൻ അഖിൽ വിശ്വനാഥിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 30 വയസ്സാണ് പ്രായം. 2019 സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ ചോല എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു. ഓപ്പറേഷൻ ജാവ തുടങ്ങിയ വേറെയും ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അങ്കമാലി മങ്ങാട്ടുകരയിൽ 5 സെന്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് പുതിയ വീടും വിൽപ്പനയ്ക്ക്. അങ്കമാലി ജംഗ്ഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരവും കരയാമ്പറമ്പ് നാഷണൽ ഹൈവേയിൽ നിന്നും 2.50 കിലോമീറ്റർ ദൂരവുമുള്ള ഈ വീടിന് 55 ലക്ഷം രൂപ പറയുന്നു. ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.